ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അസിൻ ഫുഡ് സ്റ്റോറീസ്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവരും സുഖമായിട്ട് നല്ല സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിട്ട് നല്ല സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു വാഞ്ചോ കേക്കിൻ്റെ ഐസിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാടായി കേക്കിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് എനിക്കിങ്ങനെ ഇടയിൽ കിട്ടുന്ന ഓർഡറിൽ എടുക്കാൻ പറ്റുന്ന വീഡിയോസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. പുതിയ വ്യൂവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും കൂടി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ. അങ്ങനെ ഞാൻ കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് ടേൺ ടേബിളിൽ. അതിനുശേഷം പിന്നെ കുറച്ച് ക്രീമാക്കി കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു സ്പഞ്ച് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രീമാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഞാനിതാ ചോക്ലേറ്റ് സ്പഞ്ച് വെച്ച് കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് വെക്കട്ടെ, ഏതായാലും വാനില ആയാലും ചോക്ലേറ്റ് ആയാലും കുഴപ്പമില്ല, അനുസരിച്ച് ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ചോക്ലേറ്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം പിന്നെ നമുക്ക് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്രീം ഇട്ട് കൊടുക്കുക, പിന്നെ ഗണേഷ് ഒഴിച്ചു കൊടുക്കുക. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് സ്പഞ്ചിനും വൈറ്റ് ചോക്ലേറ്റ് ഗണേഷ് വൈറ്റ് സ്പഞ്ചിനും അത്ര വ്യത്യാസമുള്ളൂ കേട്ടോ. അത് മാറ്റി ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതൊക്കെ ഒരുപാട് അറിയുന്ന ആൾക്കാർ തന്നെ ഇക്കാരം അറിയുന്ന ആൾക്കാരാണെങ്കിൽ സോറി ട്ടാ, ദയവ് ചെയ്ത് ക്ഷമിക്കുക. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഷുഗർ സിറപ്പൊക്കെ ആക്കി ക്രീം ഇട്ട് കൊടുത്തു. അത് പാലറ്റിനായി കൊണ്ടൊന്ന് ലെവലാക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗണേഷ് ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് നട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ ഒരു കേക്ക് ചെയ്യുമ്പോൾ നട്സ് ഇട്ട് കൊടുത്തില്ലെങ്കിൽ എന്തോ പോലെയാണ്. അപ്പോൾ ലാഭമുള്ള കാര്യമൊന്നും ആയിട്ടല്ല, ഞാൻ അങ്ങോട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കണ എന്ത് ഒരു കാര്യമായാലും നമ്മൾ രുചിയോടെ മറ്റുള്ളവർ കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മനസ്സമാധാനം, ഒരു മനസ്സുഖം വല്ലാത്തതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. എനിക്ക് കിട്ടുന്ന ഒരു അവസരങ്ങളാണ് ഞാൻ ഒരിക്കലും ഇത് ഇങ്ങനത്തെ നട്സ് ചേർത്ത് കൊടുക്കാതെ ഉണ്ടാക്കാറില്ല. ചിലരൊക്കെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ഇപ്പോൾ ഇതന്നെ കുറഞ്ഞു പോയി എന്നുള്ളൊരു തോന്നലാണ് എൻ്റെ അടുത്തിട്ടാ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഞാൻ വൈറ്റ് സ്പഞ്ച് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാഞ്ചോൻ്റെ ഐസിങ് ആയതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തത് കേട്ടോ. ഇല്ലെങ്കിൽ അപ്പോൾ ഇതിന് മുന്നൊക്കെ ഞാൻ വൈറ്റ് ഫോറസ്റ്റ്, ബ്ലാക്ക് ഫോറസ്റ്റ്, ചോക്ലേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആദ്യം അവർ 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരത് മാറ്റി 1 kg ആക്കി. അപ്പോൾ ഞാൻ 1/2 kg ചോക്ലേറ്റ് സ്പഞ്ച് ആദ്യം തന്നെ ബേക്ക് ചെയ്ത കാരണം പിന്നെ എൻ്റെ ഇഷ്ടത്തിനാണ് കേട്ടോ വാഞ്ചോ ആക്കിയത്. അവർക്കതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ചോക്ലേറ്റ് സ്പഞ്ച് കഴിഞ്ഞിട്ട് വാനില സ്പഞ്ച്, അതും സെയിം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു മോഡലൊക്കെ ഞാനിങ്ങനെ കണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ചെയ്യുകയാണ്, എന്താവുന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ രണ്ടായാലും നിങ്ങളെ അറിയിക്കും. അങ്ങനെ ക്രം കോട്ടൊക്കെ ചെയ്യാൻ കേട്ടോ. മുഴുവനായിട്ട് ഞാൻ ഐസിങ് ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വ്യൂസ് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ലെങ്ത്തുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നമുക്ക് തന്നെ ഒരു ചടപ്പ് തോന്നും. നിങ്ങളെ യാതൊരു റെസ്പോൺസും ഉണ്ടാവില്ല. ഒരു ഇമോജി ഇടാൻ പോലും ഭയങ്കര മടിയാണ്. അങ്ങനെ നിങ്ങൾക്ക് നിർബന്ധമാണ് വെച്ചെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ ഒരുപാട് സങ്കടമായിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതൊരു വീഡിയോ എടുത്ത് നോക്കിയാലും വ്യൂസ് വളരെ കുറവാണ്. ലൈക്കിൻ്റെ കാര്യം പിന്നെ പറയാതിരിക്കുകയാണ് ഭേദം. ഒരു 1K ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 2 ലൈക്ക്, 1 ലൈക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. കമൻറ്റിൻ്റെ കാര്യമാണെങ്കിലോ ഒരു ഇമോജി പോലും വിടാൻ പോലും മടിയുള്ള ആൾക്കാരാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. വീഡിയോ കാണുന്നതിൽ കൂടുതൽ പേരും അങ്ങനത്തെ ആൾക്കാരാണ് കേട്ടോ. ഇപ്പോൾ ക്രം കോട്ടൊക്കെ കഴിഞ്ഞ് ഫൈനൽ കോട്ട് ചെയ്യുകയാണ്. ബിഗിനേഴ്സ് ആണെങ്കിൽ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൂളായി ചെയ്യും. ഡെക്കറേഷനാണ് എനിക്ക് കൂടുതലായിട്ട് സമയം പോകുന്നത്. സ്ഥിരം ചെയ്യുന്ന ഡിസൈൻ ആണെങ്കിലും ഒക്കെ ഫസ്റ്റൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് കേട്ടോ എനിക്ക് ആ ഒരു പ്രശ്നമുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഫൈനൽ കോട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അടുത്തൊരു ഷാർ വീഡിയോ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം.